നമസ്കാരം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എങ്ങനെ ഒരു മ്യൂച്വൽ ഫണ്ടിൽ വളരെ സിമ്പിളായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും എന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ബിഗിനേഴ്സാണ് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഏറ്റവും അനുയോജ്യം എപ്പോഴും മ്യൂച്വൽ ഫണ്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അപ്സ്റ്റോക്സിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ആക്കാം. അപ്പോൾ അപ്സ്റ്റോക്സിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഫ്രീ ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതായിരിക്കും. വളരെ വലിയൊരു ബ്രോക്കറാണ്, വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ട്, വലിയൊരു ബ്രോക്കറാണ്. അപ്സ്റ്റോക്സിൻ്റെ ബ്രോക്കർ അക്കൗണ്ട് ഓപ്പൺ ആക്കി കഴിയുമ്പോൾ തന്നെ നമുക്കിവിടെ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒരുപാട് മ്യൂച്വൽ ഫണ്ടുകൾ നമുക്കിവിടെ സെർച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ ഇങ്ങനെ ഒരു മ്യൂച്വൽ ഫണ്ട് ഇവിടെ ഞാൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു മ്യൂച്വൽ ഫണ്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഓപ്പൺ ആക്കുവാണ്. അത് ഓപ്പൺ ആക്കി കഴിയുമ്പോഴത്തേന് ആ ഒരു മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് നമുക്ക് പഠിക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു മ്യൂച്വൽ ഫണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കത് ബൈ ചെയ്യാൻ സാധിക്കും. ഇത് നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ട് എന്ന് പറഞ്ഞ ഫണ്ടാണ്. അപ്പോൾ നിഫ്റ്റിയിലെ 50 കമ്പനികൾ ഒന്നിച്ച് പിടിച്ചു വെച്ചിരിക്കുന്ന ഒരു ബാസ്ക്കറ്റിലെയാണ് ഈ ഒരു ഫണ്ട്. അതുപോലെ തന്നെ നമ്മൾ താഴോട്ട് വരുന്ന സമയത്ത് നമുക്കിവിടെ മിനിമം 500 രൂപയുടെ SIP ആയിട്ടാണെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ഫണ്ട് സ്റ്റാർട്ട് ചെയ്ത് 2013 ലോക്കിൻ പീരീഡ് ഒന്നുമില്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും വാങ്ങിയിട്ട് വിൽക്കാൻ സാധിക്കും. ബാക്കിയുള്ള പോസ്റ്റും കാര്യങ്ങളൊന്നും കൊടുക്കണ്ട. ഇപ്പോൾ ഇതിൻ്റെ ഒരു യൂണിറ്റ് വാങ്ങാനുള്ള പ്രൈസ് എന്ന് പറഞ്ഞാൽ 178 രൂപയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇതുവരെ വന്ന ഇൻവെസ്റ്റ്മെൻറ്റ് 26,947 കോടി രൂപ വന്നിട്ടുണ്ട്. ഇതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ 0.21% ആണ് നമുക്ക് വർഷത്തിൽ കൊടുക്കേണ്ടത്. ഈ ഒരു ഫണ്ട് മാനേജ് ചെയ്യുന്നവർക്ക് കൊടുക്കേണ്ട ചാർജ്. അപ്പോൾ ബെഞ്ച് മാർക്ക് നിഫ്റ്റി 50 ആണ്. അപ്പോൾ നമുക്ക് ഫണ്ട് പ്ലാൻ ഗ്രോത്ത് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഗ്രോത്ത് ആയിട്ടാണ് വരുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് ഡിവിഡൻഡ് തിരിച്ച് കിട്ടുമോ അങ്ങനെയൊന്നുമല്ല, ഗ്രോത്താണ് മുമ്പോട്ടാണ് പോകുന്നത്. നമുക്കിവിടെ മന്ത്ലി SIP ആയിട്ട് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ വൺ ടൈം ആയിട്ടാണെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പം ഇവിടെ മന്ത്ലി SIP ആയിട്ട് ഈ ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് എന്ത് റിട്ടേൺ കിട്ടി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഈ ഒരു ഫണ്ടിൽ മന്ത്ലി SIP ആയിട്ട് ഒരു 500 രൂപ ഇൻവെസ്റ്റ് ചെയ്ത ഒരാളാണെങ്കിൽ, ഒരു 3 വർഷത്തേക്കൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്തതെങ്കിൽ അയാൾക്ക് ഈ ഒരു റിട്ടേൺ ആണ് കിട്ടിയത്. അതേസമയത്ത് ഗോൾഡിലാണ് 500 SIP ചെയ്തെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ കൂടുതൽ റിട്ടേൺ കിട്ടിയാണ്. FDയിലാണെങ്കിൽ അതിലും വളരെ കുറവ് റിട്ടേൺ ആണ് കിട്ടുമായിരുന്നുള്ളൂ. നമ്മൾ വൺ ടൈം ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് എന്ത് റിട്ടേൺ കിട്ടും എന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. വൺ ടൈം ആയിട്ട് ഈ ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് 3 വർഷം കൊണ്ട് ഇങ്ങനെ ഒരു റിട്ടേണും, ഇവിടെ ഗോൾഡിലാണ് ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ ഇങ്ങനെ ഒരു റിട്ടേണും, FDIയിലാണ് ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ ഇങ്ങനെ ഒരു റിട്ടേണുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വലിയൊരു ഗോൾഡിൻ്റെ റാലി തന്നുകൊണ്ടാണ് ഇവിടെ ഗോൾഡിൻ്റെ റിട്ടേൺ കൂടി കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ വലിയ ടൈം ഫ്രെയിം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫണ്ടിനെ ഉണ്ടോ. അപ്പോൾ വലിയ ടൈം ഫ്രെയിമിൽ നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടോ. ഇവിടെ നല്ലൊരു റിട്ടേൺ, ബാക്കിയുള്ള ഇതിനെ അപേക്ഷിച്ച് നല്ലൊരു റിട്ടേൺ നമുക്കത് വൺ ടൈം ആയിട്ടാണെങ്കിലും SIP ആയിട്ടാണെങ്കിലും നമുക്ക് അതിൻ്റെ ആ റിട്ടേൺ കാണാൻ സാധിക്കുന്നുണ്ട്. കണ്ടോ, SIP ആയിട്ട് ചെയ്ത് കഴിഞ്ഞാലും വൺ ടൈം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് വലിയ ടൈം ഫ്രെയിമിൽ വലിയൊരു ഗ്രോത്ത് ഈ ഒരു ഫണ്ടിന് ഉണ്ടാകുന്നുണ്ട്. ഇത് വാങ്ങാനുള്ള റെക്കമെൻഡേഷനും കാര്യങ്ങളോ ഒന്നുമല്ല, നിങ്ങൾക്ക് അനുയോജ്യമായ ഫണ്ട് പഠിച്ച് എൻട്രി എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഒരു വർഷത്തിനുള്ളിൽ എന്തെങ്കിലും നമുക്ക് പ്രോഫിറ്റ് ആയി കഴിയുമ്പോൾ വിറ്റ് കഴിഞ്ഞാൽ ആ കൊടുക്കുന്ന പ്രോഫിറ്റിൻ്റെ മുകളിൽ 20% ടാക്സ് കൊടുക്കേണ്ടി വരും, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്. അതല്ല, ഒരു വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 12.5% ടാക്സ് കൊടുക്കേണ്ടത്. അപ്പം അത് കുറച്ച് 1.5 ലക്ഷം രൂപ വരെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിന് ഒരു ടാക്സ് ഇളവുണ്ട്. അതിൽ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ടാക്സ് കൊടുക്കേണ്ടത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്. അതിൻ്റെ ഒപ്പം കാറ്റഗറി പെടുന്ന ഒരുപാട് ഫണ്ടുകൾ കിട്ടും. അപ്പോൾ അതൊക്കെ നമുക്ക് കമ്പാരിസൺ നടത്തി നമുക്ക് ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. നമുക്കിവിടെ താഴെ വൺ ടൈം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ എത്ര എമൗണ്ട് ആണോ ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു ബിഗിനർ ആണെങ്കിൽ ഒരു 100 രൂപയാണ് 1000 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 1000 എന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു, കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് UPI ID അയച്ചു കൊടുത്ത് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നെറ്റ് ബാങ്കിങ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണെങ്കിൽ നമുക്ക് പേ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ടാണുള്ളത്. അതിൻ്റെ അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡയറക്റ്റ് പേയ്മെൻറ്റ് ചെയ്യാം. പേ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ യൂണിറ്റ് ബൈ ആകുന്നതായിരിക്കും. അപ്പോൾ ഇന്നല്ല ബൈ ആകുന്നത്, അടുത്ത ദിവസമാണ് ബൈ ആകുന്നത്. ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇന്നല്ല ബൈ ആകുന്നത്, അടുത്ത ദിവസം മാർക്കറ്റ് ഓപ്പൺ ആയി കഴിയുമ്പോഴായിരിക്കും ഇത് ബൈ ആകുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള പ്രൊസീജിയറാണ്, എല്ലാവർക്കും ചെയ്യാം. അപ്പം ഇങ്ങനെയുള്ള ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അപ്സ്റ്റോക്സിൻ്റെ അക്കൗണ്ടൊക്കെ ഓപ്പൺ വേണം. അപ്സ്റ്റോക്സിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള ലിങ്ക് താഴെയുണ്ട്, അവിടെ പോയി അക്കൗണ്ട് ഓപ്പൺ ആക്കുക. അതിനുശേഷം ഇതുപോലെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഗ്രോത്ത് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, താങ്ക് യു.